നവംബർ 21 കന്യകാമറിയത്തിൻ്റെ കാഴ്ചവയ്പ്. ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിന് കാഴ്ചവെക്കുക വളരെ സാധാരണമാണ്. ചിലർ തങ്ങളുടെ കുട്ടികളെ ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണത്തിൽ ഭക്തസ്ത്രീകളുടെ മേൽനോട്ടത്തിൽ താമസിപ്പിക്കാറുണ്ട്. അവർക്കായി പ്രത്യേക മുറികൾ ദേവാലയത്തിലുണ്ടായിരുന്നു. ഹേലി എന്ന പുരോഹിതനോടുകൂടെ സാമുവൽ താമസിച്ചിരുന്ന കാര്യം സാമുവലിൻ്റെ 1-ാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അന്ന തൻ്റെ മകളെ ദേവാലയത്തിൽ വളരാനാണ് അനുവദിച്ചത്. 3 വയസ്സുള്ളപ്പോൾ കന്യകാമറിയത്തെ നസ്രത്തിൽ നിന്നും 128 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചുവെന്നാണ് പാരമ്പര്യം. അമലോത്ഭവയായ ആ ശിശു പ്രസാദവരപൂർണയായിരുന്നു. മാലാഹമാരുടെ വിസ്മയപാത്രമായിരുന്നു. പിതാവ് തൻ്റെ മകളായും പുത്രൻ തൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയായും ആ കുഞ്ഞിനെ വീക്ഷിച്ചു. മറിയം നിത്യകന്യാത്വം വാഗ്ദാനം ചെയ്തു. വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നതെന്ന് മറിയം തന്നെ വിശുദ്ധ ബ്രിജിത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാതാവാകാനുള്ളവൾ ദേവാലയത്തിനുള്ളിൽ വളരുന്നത് ഉചിതമാണല്ലോ. ഏവർക്കും തിരുനാളിൻ്റെ ആശംസകൾ.